കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജീവശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. അത് DNA ആണ്. അപ്പൊ DNA കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? DNA എന്ന് പറഞ്ഞ എവിടെ കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കി, DNA ഘടനയെ നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ DNAയും RNAയും തമ്മിലുള്ള വ്യത്യാസമാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ DNA എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മനുഷ്യ കോശത്തിനുള്ളിൽ അല്ലെങ്കിൽ കോശത്തിനുള്ളിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ കോശത്തിനുള്ളിലാണ് DNA കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ RNA എന്ന് പറയുന്നത് കോശങ്ങളിലാണ് കാണപ്പെടുന്നത്. അതായത് സസ്യകോശങ്ങളിൽ അതുപോലെ തന്നെ വൈറസുകളിലും ഒക്കെ നമുക്ക് RNA സാന്നിധ്യം കാണാവുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ RNA എന്താണ്, DNA എന്താണ് തിരിച്ചറിയാൻ പോവുകയാണ്. എന്താണ് DNA എന്ന് പറഞ്ഞാൽ? DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. ഇനി RNA എന്ന് പറഞ്ഞാൽ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് പറയുന്നത്. അപ്പം ജീവനുള്ള എല്ലാ കോശങ്ങളിലും എന്തിന്റെ സാന്നിധ്യമുണ്ട്? DNAയും RNAയും ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി നോക്കാം, DNA എന്ന് പറയുന്നത് അത് നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് അത്? ഒരു ഇരട്ട ഇഴകളോട് കൂടിയാണ് DNA കാണപ്പെടുന്നത്. അപ്പൊ DNA ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന്റെ ഇഴകളുമാണ് കാണപ്പെടുന്നത്. അപ്പൊ DNA ഇരട്ട ഇഴകളാണ്. ഇനി നോക്കാം, RNA എന്ന് പറയുന്നത് മിക്കവാറും ഒറ്റ ഇഴയായിട്ടായിരിക്കും, ഒരു ഇഴയായിരിക്കും RNAയിൽ കാണുന്നത്. എന്നാൽ രണ്ട് ഇഴകളുള്ള RNAയും ഉണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഇരട്ട ഇഴകളോട് കൂടിയതാണ് DNA. എന്നാൽ RNA എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു ഇഴയായിരിക്കാം, എന്നാൽ രണ്ട് ഇഴകളോട് കൂടിയ RNAയും കാണപ്പെടുന്നുണ്ട്. ഇനി മനസ്സിലാക്കേണ്ടത് ഇതിലെ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഇതിലെ ഷുഗർ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ഷുഗർ ആണ്. അതിൽ RNAയുടെ ഷുഗർ എന്ന് പറയുന്നത് റൈബോ ഷുഗർ ആണെന്ന് ഓർത്തുവയ്ക്കാം. അടുത്ത നോക്കാം, ഇനി നൈട്രജൻ ബേസുകൾ. നമ്മൾ പറഞ്ഞു DNA ഈ പറയുന്ന ചുറ്റുകോണി മാതൃകയില് നൈട്രജൻ ബേസുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നൈട്രജൻ ബേസുകൾ DNA സംബന്ധിച്ചിടത്തോളം ഉള്ള നൈട്രജൻ ബേസുകൾ ഏതാണെന്ന് നോക്കിയാൽ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. എന്നാൽ RNAയിൽ വരുമ്പോൾ നൈട്രജൻ ബേസുകൾ നോക്കാം, അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ DNAയിൽ പഠിച്ച നൈട്രജൻ ബേസുകളിൽ അഡിനിന് ശേഷം തൈമിനാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ RNAയിൽ അഡിനിന് ശേഷം തൈമിന് പകരം എന്താണ് എഴുതിയിരിക്കുന്നത്? യുറാസിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നോക്കാം, DNAയിലെ നൈട്രജൻ ബേസ് ഏതിലില്ല? RNAയിലെ നൈട്രജൻ ബേസ് രണ്ടും ഒരുപോലെ ഇല്ലാത്ത ഏതാണ്? DNAയിൽ തൈമിനാണെങ്കിൽ RNAയിൽ യുറാസിലാണ് തൈമിന് പകരം ഉള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട രണ്ട് പ്രധാന പോയിന്റുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ആണ്. 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും DNAയുടെ ചുറ്റുകോണി മാതൃക കണ്ടെത്തിയത്. ഇനി 1962 നമ്മൾ മനസ്സിലാക്കി 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നാണ് DNAയുടെ ചുറ്റുകോണി മാതൃക കണ്ടെത്തിയത്. ഇനി DNAയുടെ ഘടന എക്സ്റേയുടെ സഹായത്തോട് കണ്ടുപിടിച്ചത് ആരാണ്? റോസ്ലാൻഡ് ഫ്രാങ്ക്ലിനും മോറിസ് വിൽക്കിൻസനുമാണ് എക്സ്റേയുടെ സഹായത്തോടു കൂടി DNAയുടെ ഘടന കണ്ടെത്തിയത്. എന്നാൽ 1962 ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് വിൽക്കിൻസൺസ് എന്നിവർക്കാണ് വൈദ്യശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഇത്തരം ക്ലാസ്സുകൾക്ക് വേണ്ടി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.